ഇഗ്വാനയുടെ വില നമ്മൾ മേടിച്ചപ്പോഴേക്ക് ഏകദേശം 18,000 രൂപയായിരുന്നു. കംബോഡിയൻ സ്ക്വറലിന് ഏകദേശം 65,000 രൂപയായിരുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ജോബിൽ വന്നിട്ടുണ്ട് കേട്ടോ. എടാ, നീ ഇതുവരെ ഒരു 3.5 ലക്ഷം രൂപ കൂടിനകത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല, ഏവിയറിക്ക് അത് 3 ലക്ഷം അല്ല, ഞാൻ 1000 രൂപ കൂടി. അപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് ജോബിന് വിളിച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയ്ക്കകത്ത് കിളിക്കൂട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഇതുവരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജോബിന് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തോ ജോബിൻ്റെ ക്യാമറ ഇതാണ് കേട്ടോ. ക്യാനൻ EOS ആണ്. EOS അല്ലേ? ജോബിനെ കൊണ്ട് നമ്മൾ കിളിക്കൂട് മൊത്തം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എടാ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നീ ഏത് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്? ഉപയോഗിക്കുന്ന ലെൻസുകൾ വൈഡ് ആണോ? ഇവൻ എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഒരു ബാഗിനകത്ത് നിറച്ച് ലെൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എടാ, ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞേ. നല്ല സൗണ്ട്, കിളിയുടെ ഈ നാച്ചുറൽ സൗണ്ട്. ഇനിയിപ്പോൾ അവന്മാരെ കുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ജോബിൻ സെറ്റ് ആയിക്കോളൂ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ജോബിന്റെ തലയിൽ സാധനം നമ്മുടെ ഡയമണ്ടോ കയറി ജോബിന്റെ മേളിരിക്കുകയാണ് കേട്ടോ. ജോബിനെടുത്ത ക്ലിപ്സ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ബിഗ് ദിവാലി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിനോച്ചൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ക്രോക്സ് മേടിക്കാനും പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ സപ്പോസ് ജിനോച്ചൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, അജിയോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് ബാക്ക് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ? നല്ല സംഭവം അല്ലേ? ഈ ആപ്ലിക്കേഷന്റെ പേരാണ് LetyShops. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2000-ന് മേളിൽ സ്റ്റോർസ് ഉണ്ട്. ജിനോച്ചന് ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ സാധനം മേടിക്കുക. 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ച് നമ്മൾ ഉറപ്പായിട്ടും 1 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. 1 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷേ ഈ സെയിം പ്രോഡക്റ്റ് ജിനോച്ചൻ LetyShops നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ 5,000 രൂപ 10,000 രൂപ വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അത്ര സേവ് ചെയ്യാൻ പറ്റുമോ? അതായത് LetyShops നിന്നാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു 5,000 അല്ലെങ്കിൽ 10,000 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും ബിഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഇതിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 500 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പൊ ജിനോജിന്റെ ഫോണിൽ എത്ര ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്? കൗണ്ടി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇതെല്ലാം കൂടെ ഒറ്റ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്നാ ഗുണം? ഒറ്റ ആപ്പിൽ നടക്കും. പിന്നെ മെമ്മറി ഒരു ഭയങ്കര സംഭവം. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെമ്മറി സേവ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ആവശ്യം വരുന്നില്ല ശരിക്കും. അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് ബാക്കും ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജിനോജ്. അതുകൂടാതെ ഈ സമയത്താണെങ്കിൽ LetyShops 7 ദിവസത്തെ പ്രീമിയം അക്കൗണ്ട് തരുന്നുണ്ട് കേട്ടോ. ഈ പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഈ പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം 30% വരെ ഇൻക്രീസ്ഡ് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ. എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴേക്കും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ക്യാഷ് ബാക്ക് വന്ന പൈസ നമ്മൾ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്? അത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പേടിഎം വാലറ്റിലേക്കോ അല്ലെങ്കിൽ UPI വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുവാണെങ്കിൽ അത് യൂസ്ഫുൾ നിങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് ജോബിന്റെ ക്ലിപ്സ് കാണിച്ചാലോ? ക്ലിപ്പ് കാണാം. നമ്മുടെ കിളിക്കൂട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക്. ഞാനിപ്പോൾ നമുക്ക് കുളത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ. കുളം നമ്മൾ പണിതിരിക്കും. നമുക്ക് ഏകദേശം 15,000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ഈ കുളത്തിന്റെ നീളം എന്ന് പറയുന്നത് 15 അടിയാണ്. അതുപോലെ വീതി എന്ന് പറഞ്ഞാൽ 10 അടിയാണ്. അതുപോലെ ഏകദേശം 5 അടി താഴ്ചയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന മെയിൻ ആയിട്ടും കോയിക്കാർപ്പ്, അതുപോലെ ഷാർക്ക്, പിന്നെ സിലോപ്പിയ, ഈ 3 മീനുകൾ നമ്മൾ ഇതിനെടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ കോഴിക്കാർപ്പൊക്കെ ബ്രീഡ് ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഗോൾഡ് വിഷൻ ഇട്ടിട്ടുണ്ട്, ബേറ്റ വിഷൻ ഇട്ടിട്ടുണ്ട്. ഗോൾഡ് വിഷൻ എനിക്ക് വന്നൊരു 50 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മീനുകൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിന്റെ അടിയിൽ നമ്മൾ നല്ല കണ്ടത്തിൽ ചെളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളുടെ വേസ്റ്റ് ഒക്കെ ചെളിക്കാതെ അടിഞ്ഞോളും. ആമ്പൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമ്പൽ അത്യാവശ്യം നല്ല രീതിയിൽ കിളുത്ത് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വളമൊക്കെ അത് വലിച്ചെടുത്തോളും. പിന്നെ കുളത്തിന്റെ കാര്യം അതൊക്കെയാണ്. ഇനിയിപ്പോൾ കൂടിന്റെ പണിയിലേക്ക് വരുവാണെങ്കിൽ കൂട് നമ്മൾ ചെയ്തിരിക്കുന്നത് 1300 സ്ക്വയർ ഫീറ്റിലാണ്. 1.5 മെഷ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 10 അടിയാണ്. സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഏകദേശം 11.5 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിളികൾക്ക് അടച്ചിട്ടൊരു ഫീൽ ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ എൻ്റെ സൈഡിൽ കൂടെയും എല്ലാം കിളികൾ പറന്ന് കിടപ്പുണ്ടായിരിക്കും. അവർക്ക് അടച്ചിട്ടൊരു ഫീൽ ഇല്ല. നമ്മൾ കയറി ചെന്നാലും അത് നിങ്ങൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
അതുകൂടാതെ ഈ സൈഡിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഫുള്ള് മരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ, ഇവിടെ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിലും അങ്ങോട്ട് നടക്കാനായിട്ട് വരും. നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കണ്ടോ, ഇവിടെ എല്ലാം കിളികളെല്ലാം ഇരിപ്പുണ്ട്. ഇവന്മാർക്ക് അങ്ങനെ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇത് കണ്ടോ, ഡയമണ്ട് ഡവ് എന്ന് പറയുന്ന ഒരു ഇനം ബേർഡാണ് കേട്ടോ. ഇവന്മാരുടെ കരച്ചിൽ ഭയങ്കര രസമാണ്. നമ്മൾ ശരിക്കും കൂട്ടിലോട്ട് കയറി കഴിയുമ്പോഴേക്കും ഒരുമാതിരി ഒരു കാട്ടിലേക്ക് കയറിയ പ്രതീതിയാണ്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ബേർഡ് എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 150 ബേർഡുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്കുള്ളത് ഈ പറഞ്ഞ നമുക്കൊരു ഇഗ്വാനയുണ്ട്, അതുപോലെ തന്നെ ഒരു കംബോഡിയൻ സ്ക്വിറൽ ഉണ്ട്. ഇഗ്വാനയുടെ വില നമ്മൾ മേടിച്ചപ്പോഴേക്ക് ഏകദേശം 18,000 രൂപയായിരുന്നു. കംബോഡിയൻ സ്ക്വിറലിന് ഏകദേശം 65,000 രൂപയായിരുന്നു. അപ്പോൾ കൂടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, ജോബിന് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന ജോബിൻ നമ്മുടെ കിളീനേയും കാര്യങ്ങളെല്ലാം കണ്ടു. തൊമ്മൻ്റെ മൈക്കൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എടാ ഇങ്ങനെ വന്നാ നമ്മൾ കിളീനേയും കാര്യങ്ങളൊക്കെ വെച്ചു. ഇതുണ്ടോ ഇട്ടിരുന്നോ, ജോബിൻ്റെ എടുത്തിരുന്നോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ജോബിന് നമ്മൾ കുളത്തിലെ മീനുകളെ കാണിക്കാൻ വേണ്ടി പോകണം. മീനെ കണ്ടല്ലോ, എന്തായാലും മീനുകളുണ്ടെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തൊമ്മൻ ഇന്ന് ഫുള്ള് കടിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് ജോബിന് മീനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ജോബിൻ്റെ ലെൻസ് മാറണം കേട്ടോ. നമ്മൾ മീനിൻ്റെ തീറ്റ കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മൾ തീറ്റയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. നമ്മൾ തീറ്റ കൊടുക്കുന്ന കാര്യമായി അറിഞ്ഞുണ്ടോ, ഇവിടെ നിൽക്കുവാണ് കേട്ടോ. തീറ്റ വീഴുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് മൊത്തം ജോബിൻ്റെ ക്യാമറയുള്ള ക്ലിപ്സ് ആയിരിക്കും. നമ്മുടെ കോഴിക്കാർപ്പ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്നതിനേക്കാൾ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ വലിപ്പം കണ്ടോ, നോക്കിയേ. ജോബിന് ഇവിടെ എന്തൊക്കെയോ വലിയ ലെൻസൊക്കെ ഇട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മീനിനൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അവർ സ്പ്രെഡായി കൊടുക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തീറ്റ അവിടെയാണ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ തീറ്റ ഇവിടെ കൊടുത്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്പ്രെഡായി കിടക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ കുളം ശ്രദ്ധിച്ചറിയാം, കുളം നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം. സ്ഥിരമായിട്ട് ജോബിൻ സാധാരണ കല്യാണം എടുക്കാനാണ് പോകുന്നത്. എടാ അതിൽ നിന്ന് വ്യത്യാസമാണ് അല്ലാത്തതുകൊണ്ട്. കപ്പിളാണെങ്കിൽ ജോബിൻ അങ്ങോട്ട് തിരിക്കുക, ഒന്നും കൂടെ റീറ്റേക്ക് എന്നൊക്കെ പറയാം. ഇത് ഇവന്മാരുടെ പുറയാടെ പിരിച്ചിരി പണിയാണ് കേട്ടോ. അതിപ്പോൾ വീഡിയോയിൽ എല്ലാവരും കണ്ടു കാണും. ആ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നാക്കി കഴിഞ്ഞാൽ അത്രയും ഭംഗി ഒരിക്കലും കാണാൻ വേണ്ടി പറ്റത്തില്ല. തൊമ്മനോട് കൂട്ടുകൂടാനായിട്ട് കുറേ ജാവ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതുണ്ടോ, ഫുള്ള് പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടല്ലോ അല്ലേ. അപ്പോൾ താങ്ക്സ് ജോബിനാണ്, കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ജീവികളാണെങ്കിൽ നമുക്ക് അല്ലേ മനുഷ്യനെ പുറകെ നടക്കണം. പിന്നെ എടുത്താലും മതിയാകാത്ത രസമാണ് അത് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നിങ്ങൾ കണ്ടത് അത്ര ഉള്ളെങ്കിൽ പോലും ഇവ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായി. ഒരു 1.5 മണിക്കൂർ ഇതിന്റെ പുറകെ ഫുൾ നടക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ കൂട്ടിലേക്ക് കുറേ വെറൈറ്റി കിളികളെ കൂടെ മേടിക്കുന്നുണ്ട്. അതിന് നമ്മൾ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻ ശ്രീക് ആൻഡ് ജോബിൻ. അതായത് 2000 രൂപ കൊടുത്ത് നമ്മൾ കുഴപ്പമില്ലോ. ഇത് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ഇത്ര. ജോബിൻ കിളിക്കൂട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ എടാ ഇനി വാടാ, മൈക്ക് കടിക്കാം. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ജോബിന്റെ തലയിൽ സാധിച്ചിരിക്കുന്ന നമ്മുടെ ഡയമണ്ട് കയറി ജോബിന്റെ മേളിരിക്കുകയാണ് കേട്ടോ. ജോബിനാ പോയി